എങ്ങനെയാണോ കയറിയത് അങ്ങനെ തന്നെ ഇറങ്ങണം. നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു ട്രക്കിംഗ് വീഡിയോ ആണ്. ട്രക്കിംഗ് എന്ന് പറഞ്ഞാൽ വെറുമൊരു ട്രക്കിംഗ് അല്ല, ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ട്രക്കിങ്ങുകളിൽ ഒന്നായ, ട്രക്കിംഗ് ഇഷ്ടപ്പെടുന്ന ഏതൊരാളുടെയും സ്വപ്നമായ തിരുവനന്തപുരം ജില്ലയിലെ കേരളത്തിൻ്റെയും തമിഴ്നാട്ടിൻ്റെയും അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന അഗസ്ത്യാർകൂടത്തിലേക്കാണ് ഈ യാത്ര. നമ്മുടെ യാത്ര തുടങ്ങുന്നത് കാണിത്തടം ചെക്ക് പോസ്റ്റിൽ നിന്നാണ്. വാഴ്വാന്തോൾ വാട്ടർഫോളിലേക്കുള്ള വഴിയും ഇവിടെയാണ് തുടങ്ങുന്നത്. മുകളിലേക്ക് പോകുന്ന എല്ലാവരുടെയും ഡീറ്റെയിൽസും വണ്ടിയുടെ ഡീറ്റെയിൽസും ഇവിടെ എൻട്രി ചെയ്തിട്ട് വേണം മുകളിലേക്ക് പോകാൻ. ചുരുക്കി പറഞ്ഞാൽ ഈ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ ഫോറസ്റ്റ് ഏരിയ തുടങ്ങി എന്നർത്ഥം. അഗസ്ത്യാർകൂടം ട്രക്കിങ്ങിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻറ്റും നമ്മുടെ റിപ്പോർട്ടിംഗ് ഓഫീസുമായ ബോണക്കാട് ഫോറസ്റ്റ് ഓഫീസിലേക്കുള്ള ദൂരം ഇവിടെ നിന്ന് ഏതാണ്ട് 10 കിലോമീറ്ററാണ്. ഫോറസ്റ്റ് ഒഫീഷ്യൽസും ബോണക്കാട് വില്ലേജിലെ താമസക്കാരും പിന്നെ നമ്മളെപ്പോലുള്ള പാസ് ഹോൾഡേഴ്സിനും മാത്രമേ ഈ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് പോകാനുള്ള അനുവാദമുള്ളൂ. ട്രിവാൻഡ്രത്ത് നിന്ന് ബൈക്കിൽ യാത്ര തുടങ്ങിയ ഞാനും എൻ്റെ സുഹൃത്തും ഏതാണ്ട് 6 മണിയോടെയാണ് കാണിത്തടം എത്തിയത്. കാണിത്തടം മുതൽ ബോണക്കാട് ഫോറസ്റ്റ് ഓഫീസ് വരെയുള്ള റോഡ് തന്നെ കാട്ടിനുള്ളിലൂടെയാണ്. മനോഹരമായ പ്രകൃതി ഭംഗി ആസ്വദിച്ച് വണ്ടി ഓടിക്കുമ്പോഴാണ് വഴിയിൽ കാട്ടുപോത്തുള്ള കാര്യം അറിഞ്ഞത്. പെട്ടെന്ന് വണ്ടി തിരിച്ചു പോയി നോക്കിയപ്പോൾ കുറേ കാട്ടുപോത്തുകളെ കാണാൻ കഴിഞ്ഞു. ഇത് ഫുള്ളുണ്ടല്ലോ. ഇത്തിരി ദൂരത്തും ഇരുട്ടും ആയത് കാരണം ക്യാമറയിൽ നല്ല രീതിയിൽ പതിഞ്ഞിട്ടില്ല. ഇവരെ അധികം ബുദ്ധിമുട്ടിക്കാതെ തന്നെ നമ്മുടെ യാത്ര വീണ്ടും തുടർന്നു. ഇതൊരു ചെറിയ അമ്പലമാണ്. അഗസ്ത്യാർകൂടം പോകാൻ വരുന്ന എല്ലാവരും മിക്കവാറും ഇവിടെ ഇറങ്ങി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ആണ് മുകളിലേക്ക് പോകാറുള്ളത്. ഇതാണ് ബോണക്കാട് വില്ലേജ്. തിക്കും തിരക്കുമില്ലാത്ത ഗ്രാമത്തിൻ്റെ പവിത്രത ഇനിയും നഷ്ടപ്പെടാത്ത ഒരു വില്ലേജ്. അധികം ആരെയും പുറത്ത് കാണാൻ കിട്ടില്ല. പക്ഷേ ചെറിയ കടകളും അത്യാവശ്യ സാധനങ്ങളുമൊക്കെ വാങ്ങാൻ കിട്ടും. ബോണക്കാട്ടിലേക്ക് വരുന്ന KSRTC ബസ് ഇതുവരെയാണ് വരുന്നത്. ഇതാണ് പൂട്ടിപ്പോയ ടീ ഫാക്ടറി. ഒരു കാലത്ത് ബോണക്കാട്ടിലെ ആൾക്കാരുടെയും ഇൻകം സോഴ്സ് ആയിരുന്നു ഈ ഫാക്ടറി. ഇവിടെ നിന്നും ഒരു 3 കിലോമീറ്റർ അത്യാവശ്യം ഓഫ് റോഡാണ്. ഇടയ്ക്ക് ചെറിയ വാട്ടർ ക്രോസിങ്ങുകളും കിട്ടാറുണ്ട്. മഴക്കാലത്താണ് വരുന്നതെങ്കിൽ ഈ റോഡിൻ്റെ കണ്ടീഷൻ ഇനിയും മോശമാവാനും ചാൻസ് ഉണ്ട്.
അങ്ങനെ നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിൻ്റായ ബോണക്കാട് ഫോറസ്റ്റ് സ്റ്റേഷനിലെത്തി. ബൈക്ക് പാർക്ക് ചെയ്യാൻ ധാരാളം സ്ഥലമുണ്ടെങ്കിലും കാർ പാർക്കിങ്ങിന് ചിലപ്പോൾ ബുദ്ധിമുട്ടാവും. നമ്മൾ വന്ന വഴിയിൽ എവിടെയെങ്കിലും തന്നെ പാർക്ക് ചെയ്യേണ്ട അവസ്ഥ വരാറുണ്ട്. ഇവിടുത്തെ ക്യാൻറ്റീനിൽ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചുമൊക്കെ കിട്ടുന്നതാണ്. താല്പര്യമുള്ളവർക്ക് പാക്കറ്റ് ലഞ്ച് വാങ്ങി കൂടെ കൊണ്ടുപോകാവുന്നതാണ്. ഇവിടെ കുറേ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. പോകുന്നതിന് മുന്നേ ഇതൊക്കെ വായിച്ചു നോക്കാൻ മറക്കാതിരിക്കുക. ക്യാമറ ഉണ്ടെങ്കിൽ അതിൻ്റെ സെപ്പറേറ്റ് ഫീസ് ഉണ്ട്. പാസും മെഡിക്കൽ സർട്ടിഫിക്കറ്റും ഒക്കെ ചെക്ക് ചെയ്തതിന് ശേഷം എല്ലാവരുടെയും ബാഗേജും ചെക്ക് ചെയ്തതിന് ശേഷമേ ട്രക്കിംഗ് തുടങ്ങാൻ സമ്മതിക്കാറുള്ളൂ. ഒരു രീതിയിലുള്ള പ്ലാസ്റ്റിക് ഐറ്റംസും അനുവദിക്കാറില്ല. പ്ലാസ്റ്റിക് ബോട്ടിൽസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനുള്ള ഫീസ് അടച്ചതിന് ശേഷമാണ് അകത്തോട്ട് വിടുന്നത്. ഒരു പ്ലാസ്റ്റിക് ഐറ്റത്തിന് ഏതാണ്ട് 100 രൂപയാണ് ചാർജ് ചെയ്യാറുള്ളത്. തിരിച്ചു വന്ന് അത് ഡിപ്പോസിറ്റ് ചെയ്തതിന് ശേഷം ആ എമൗണ്ട് റീഫണ്ട് ചെയ്യുന്നതുമാണ്. അങ്ങനെ എല്ലാ സ്റ്റെപ്പുകളും പാസ്സായി ഒരുപാട് കാത്തിരുന്ന ആ യാത്ര തുടങ്ങുകയായി. 10 പേരുടെ ബാച്ച് ആയിട്ടാണ് ട്രെക്കിംഗ് തുടങ്ങുന്നത്. ഇനി കാടിൻ്റെ ശബ്ദം മാത്രം. ഈ അഗസ്ത്യാർകൂടം ട്രെക്കിംഗ് 2 ദിവസമായിട്ടാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ആദ്യത്തെ ദിവസം ബോണക്കാട് മുതൽ അതിരുമല ബേസ് ക്യാമ്പ് വരെയാണ്. രണ്ടാമത്തെ ദിവസം അതിരുമല മുതൽ അഗസ്ത്യാർകൂടം വരെ. രണ്ടാമത്തെ ദിവസം 2 മണി വരെ തിരിച്ച് അതിരുമല ക്യാമ്പിൽ എത്തുന്നവർക്ക് ബോണക്കാട്ടിലേക്ക് പോകാനും അനുമതിയുണ്ട്. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ 3-ാമത്തെ ദിവസം വേണം അതിരുമലയിൽ നിന്നും ബോണക്കാട്ടിലേക്ക് തിരിച്ചിറങ്ങാൻ. ട്രെക്കിങ്ങിനിടയിൽ നിബിഡമായ വനങ്ങളും പുൽമേടുകളും ചെറു അരുവികളും കാണാം. പലതരം പക്ഷികളുടെയും മൃഗങ്ങളുടെയും ആവാസ കേന്ദ്രം കൂടിയാണ് ഈ വനം. ഏതാണ്ട് 24 കിലോമീറ്ററാണ് അഗസ്ത്യാർകൂടം വരെയുള്ള ദൂരം. അതിൽ 16 കിലോമീറ്ററാണ് നമുക്കിന്ന് താമസിക്കാനുള്ള അതിരുമല ക്യാമ്പിലേക്കുള്ള ദൂരം. ഇതാണ് നമ്മുടെ 2ാമത്തെ ക്യാമ്പ് സൈറ്റായ ലാത്തിമുട്ട. ഇതുപോലത്തെ 7 ക്യാമ്പ് സൈറ്റുകളാണ് ഇവിടെ ഉള്ളത്. ആദ്യത്തെ ക്യാമ്പ് സൈറ്റ് നമ്മുടെ ബോണക്കാട് ഓഫീസ് തന്നെയായിരുന്നു. രണ്ടാമത്തേത് ലാത്തിമുട്ട, കരമനയാർ, വാഴപ്പൈന്തിയാർ, അട്ടയാർ, ഏഴുമടക്കൻതേരി, അതിരുമല, ഇങ്ങനെ 7 ക്യാമ്പ് സൈറ്റ്സ്. ഈ ട്രെക്കിങ്ങിന് പോകുന്നവർക്ക് വിശ്രമിക്കാനും വന്യമൃഗങ്ങളുടെ സാന്നിധ്യം കണ്ടാൽ ഒരു ഷെൽട്ടറായിട്ട് ഉപയോഗിക്കാനും അതുപോലെ അവിടുത്തെ ഗൈഡുകൾക്കും വേണ്ടിയാണ് ഇങ്ങനെയുള്ള ഷെൽട്ടേഴ്സ് നിർമ്മിച്ചിട്ടുള്ളത്. ഓരോ 2 കിലോമീറ്ററിലും ഇങ്ങനെയുള്ള ഷെൽട്ടറുകൾ നിർമ്മിച്ചിട്ടുണ്ട്. അഗസ്ത്യാർകൂടം ട്രെക്കിംഗ് നമുക്ക് 2 രീതിയിൽ ചെയ്യാവുന്നതാണ്. ഓൺ സീസണിലും ഓഫ് സീസണിലും. ഏതാണ്ട് ഡിസംബർ മുതൽ മാർച്ച് വരെയുള്ള സീസണാണ് ഓൺ സീസൺ. ഈ സമയത്ത് കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വെബ്സൈറ്റിൽ നിന്നും ഓൺലൈനായിട്ടാണ് പാസ് ബുക്ക് ചെയ്യേണ്ടത്. 2025-ൽ ഇതിൻ്റെ വില 2700 രൂപയായിരുന്നു. ഒരു ദിവസം 100 പാസ്സാണ് അനുവദിച്ചിട്ടുള്ളത്. അതിൽ 70 പാസ് ഓൺലൈനായിട്ടും ബാക്കി ഓഫ്ലൈനായിട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ PTP നഗറിലുള്ള ഓഫീസ് വഴിയുമാണ് എടുക്കേണ്ടത്. ട്രക്കിങ്ങിന് വരുന്നവർ 7 ദിവസത്തിനകം ഇഷ്യൂ ചെയ്ത ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൂടെ എടുക്കേണ്ടതും ആവശ്യമാണ്. കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും അതിർത്തിയിൽ പശ്ചിമഘട്ട മലനിരകളിൽ തലയെടുപ്പോടെ നിൽക്കുന്ന കൊടുമുടിയാണ് അഗസ്ത്യാർകൂടം. ജൈവ വൈവിധ്യത്തിൻ്റെയും പ്രകൃതി ഭംഗിയുടെയും ഒത്തുചേരലായ ഇവിടം സാഹസിക സഞ്ചാരികളുടെയും പ്രകൃതി സ്നേഹികളുടെയും പറുദീസയാണ്. അഗസ്ത്യമുനിയുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങൾ ഈ മലനിരകൾക്ക് പറയാനുണ്ട്. മുനി ഇവിടെ തപസ് അനുഷ്ഠിച്ചു എന്നും വിശ്വസിക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഈ മലയ്ക്ക് അഗസ്ത്യാർകൂടം എന്ന് പേര് വന്നു. ഇന്നും ഒരുപാട് പേർ ഈ മലയെ ആരാധനയോടെ കാണുന്നു.
അഗസ്ത്യാർകൂടം ട്രെക്കിംഗ് വരുന്നവർ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്നാമത്തത് പ്ലാസ്റ്റിക്സിൻ്റെ ഉപയോഗമാണ്. ഒരു റെസ്പോൺസിബിൾ ട്രെക്കർ എന്ന നിലപാട് വേണം നമുക്കുണ്ടാവേണ്ടത്. പ്ലാസ്റ്റിക്സ് മിനിമം കൊണ്ടുവരിക. അതുപോലെ തന്നെ സോപ്പ്, പെർഫ്യൂംസ് എന്നീ കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുക. സോപ്പ് അകത്ത് കൊണ്ടുപോകാൻ സമ്മതിക്കാത്തതാണ്. അടുത്തത് നമ്മുടെ ബാഗേജിൻ്റെ വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളതാണ്. മിനിമം വെയിറ്റ് ആയിരിക്കണം ക്യാരി ചെയ്യേണ്ടത്. കുടിവെള്ളം അധികം എടുക്കേണ്ട ആവശ്യമില്ല. കാരണം പോകുന്ന വഴിക്ക് തന്നെ നിരവധി അരുവികൾ ഉള്ളത് കാരണം നമുക്ക് റീഫില്ല് ചെയ്യാവുന്നതാണ്. അങ്ങനെ പോയപ്പോഴാണ് കാട്ടുതീ നമ്മുടെ കണ്ണിൽപ്പെട്ടത്. ആദ്യം ഒന്ന് പേടിച്ചു. പക്ഷേ ഇതൊരു സാധാരണ സംഭവമാണെന്ന് അവിടുത്തെ നാട്ടുകാർ പറഞ്ഞപ്പോഴാണ് സമാധാനമായത്. ഇതാണ് അട്ടയാർ. ഇനിയുള്ള ട്രെക്കിംഗ് ഇത്തിരി ലെവൽ കൂടിയ ട്രെക്കിംഗ് ആണ്. എന്ന് പറഞ്ഞാൽ ഇതുവരെയുള്ള യാത്ര കാടിനുള്ളിലൂടെയും മരങ്ങളുടെ തണൽ പറ്റിയുമായിരുന്നെങ്കിലും ഇനിയുള്ളത് മുട്ടക്കുന്നുകളും പുൽമേടുകളുമാണ്. നല്ല വെയിലുള്ള സമയവും കൂടി ആയത് കാരണം ഇനിയുള്ള ട്രെക്കിംഗ് ഇത്തിരി ബുദ്ധിമുട്ട് കൂടിയതായിരിക്കും. അതുപോലെ തന്നെ അട്ടയാറിൽ നിന്നും കുടിവെള്ളം മാക്സിമം റീഫില്ല് ചെയ്തിട്ട് വേണം മുകളിലേക്ക് പോകാൻ. കാരണം ഇനി കുറച്ച് സമയത്തേക്ക് റീഫില്ല് ചെയ്യാനുള്ള പോയിന്റ്സ് അവൈലബിൾ അല്ല. നല്ല പൊരിവെയിലും കുത്തനെയുള്ള തേരിയും നല്ലോണം ക്ഷീണിപ്പിക്കുമെങ്കിലും ആ ക്ഷീണമൊക്കെ മാറ്റുന്ന രീതിയിലാണ് അവിടെ കിട്ടുന്ന പ്രകൃതി ഭംഗി. അങ്ങനെ അവസാനം ഇന്നത്തെ റെസ്റ്റിംഗ് പ്ലേസായ അതിരുമല ക്യാമ്പിലേക്കുള്ള ബോർഡ് കണ്ടു. ഇവിടെ നിന്ന് ഇടത്തോട്ട് പോയാൽ അഗസ്ത്യാർകൂടവും വലത്തോട്ട് പോയാൽ അതിരുമല ബേസ് ക്യാമ്പുമാണ്. ഇതാണ് നമ്മുടെ അതിരുമല ബേസ് ക്യാമ്പ്. ഈ ക്യാമ്പിന് ചുറ്റും വളരെ ആഴത്തിലുള്ള കിടങ്ങുകൾ പണിതിട്ടുണ്ട്. വന്യജീവികളെ അകറ്റി നിർത്താൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതാണ് ഇവിടുത്തെ ക്യാൻറ്റീൻ. കഞ്ഞിയും പയറുമാണ് ഇവിടുത്തെ മെയിൻ ഡിഷ്. കട്ടൻ ചായയും കടിയും എല്ലാം കിട്ടുന്നതാണ്. വില ഇത്തിരി കൂടുതലാണ്. പക്ഷേ ഈ സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ഭക്ഷണം ഉണ്ടാക്കി തരുന്ന ഇവരുടെ ഇഫർട്ട്സ് നോക്കുകയാണെങ്കിൽ ഈ വിലയൊന്നും ഒരു വലിയ വിലയായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. ഈ ഷെഡുകൾക്കുള്ളിലാണ് നമ്മുടെ അക്കോമഡേഷൻ. ഇങ്ങനെ ഉള്ള ഒരു കാടിനകത്ത് കിട്ടാവുന്ന ഏറ്റവും വലിയ ലക്ഷൂറിയസ് അക്കോമഡേഷൻ തന്നെയാണ് ഇത്. അടുത്തുള്ള ഒരു അരുവിയിൽ നിന്നും നേരിട്ട് കണക്ട് ചെയ്തിട്ടുള്ള വെള്ളമാണ് ഇവിടുത്തെ കുടിവെള്ളം. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇലക്ട്രിസിറ്റി ഇല്ലാത്ത സ്ഥലമാണിത്. സോളാറാണ് ഏക ആശ്രയം. വൈകുന്നേരം 7 മണി മുതൽ 9 മണി വരെ ലൈറ്റ് അവൈലബിൾ ആയിരിക്കും. അതുകൊണ്ട് മൊബൈൽ ചാർജിങ് ഒരു വലിയ പ്രശ്നം തന്നെയാണ്. പവർ ബാങ്ക് കരുതാൻ മറക്കരുത്. നല്ല വൃത്തിയുള്ള ടോയ്ലറ്റും ബാത്റൂമും അവൈലബിൾ ആണ്. അങ്ങനെ ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിക്കുകയായി. അപ്പോൾ അതിരുമലയിൽ നിന്നും അഗസ്ത്യാർകൂടത്തിലേക്കുള്ള വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.